വാ. പാട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല. യേശു നിന്നെ വിളിക്കുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പുറത്തവൻ നിൽക്കുകയല്ലയോ, മുട്ടിക്കൊണ്ടിരിക്കുകയല്ലയോ, എത്ര നേരമായിട്ട് മുട്ടുന്നു. ഒന്ന് തുറന്നു കൊടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാവം പുറത്ത് എത്ര നേരമായിട്ട് നിൽക്കുന്നു, മഞ്ഞും മഴയൊക്കെ ഏറ്റ്, എന്നാൽ പിന്നെ തുറന്നു കൊടുത്തേക്കാം. അങ്ങനെ യേശുവിന്, ഞാൻ തമാശയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാലും യേശുവിനൊരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് അരക്കൈ പൊക്കി ആൾക്കാർ രക്ഷിക്കപ്പെടുന്നത്. ഇതൊരു വലിയ പ്രോബ്ലമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിന് നിങ്ങളൊരു ഔദാര്യം ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് പലരും കടന്നുകൂടിയിരിക്കുന്നത്. കാര്യം നമ്മൾ പ്രസംഗിക്കുന്നതാണ്. പലരുടെയും സുവിശേഷ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ചിലവാകാത്ത വ്യാജമരുന്ന് വിൽക്കുന്നത് പോലെയാണ്. കർത്താവിനെ അംഗീകരിക്കാൻ ലഭിക്കുന്ന ഒരു പദവി, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു ഒരിക്കലും എന്തെങ്കിലും കാണിച്ച് ഒരാളെയും കൊണ്ടുവരാത്തതിൻ്റെ കാരണം അതാണ്. വന്നു കഴിഞ്ഞാൽ അവൻ കളി കളിക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ സഭയിലൊക്കെ പറ്റിയ പ്രശ്നം. വീണ്ടും ജനിക്കാത്ത സഭയ്ക്കകത്ത് കടന്നുകൂടിയവരാണ് ഈ സഭ മുഴുവൻ നശിപ്പിച്ചത്. മാനസാന്തരം ഉണ്ടാകാത്ത സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയവരാണ് ഈ സഭ മുഴുവൻ നശിപ്പിച്ചു കളയുന്നത്. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ പിറ്റേ ദിവസം കസേര കളിക്കാൻ പോകത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ സഭയിൽ വഴക്കുണ്ടാക്കത്തില്ല. യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി വന്നവൻ എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം തന്നില്ലെന്ന് പറഞ്ഞ് സഭ വിട്ടു പോകത്തില്ല. അവരെ സ്വീകരിക്കാൻ അപ്പുറത്ത് പിന്നെ ആൾ നിൽപ്പുണ്ടല്ലോ. പണ്ടാരെ പറഞ്ഞതുപോലെ പൗലോസ് പറഞ്ഞു, അവനെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചെന്ന്. ജഡസംഹാരത്തിനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരത്തിനായി എന്ന് ചിന്തിച്ചാൽ മതി. മാനസാന്തരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. സാത്താൻ്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പേ അടുത്ത സഭക്കാരൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. നമ്മൾ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കാനൊക്കെ നോക്കിയാൽ സാത്താൻ്റെ കൈ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അടുത്ത സഭക്കാരൻ പിടിച്ച് സെക്രട്ടറി ആക്കി എന്നിരിക്കും. എന്തോ ചെയ്യും? ഇതൊക്കെയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കാരണം എന്നറിയാമോ? നമ്മളൊക്കെ യേശുവിന് ഔദാര്യം ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടെയാണ് കർത്താവിൻ്റെ പുറകെ പോയത്. അവൻ്റെ കരുണ, അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ. ആ കള്ളൻ കർത്താവിനോട് പറയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. പ്രിയമുള്ളവരെ, നമ്മൾ അവൻ്റെ മുമ്പിൽ ഒരു രീതിയിലും ചെന്ന് പറയാൻ പറ്റുകയില്ല. ഐ എം വർതി എന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കുമ്പോൾ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ഐ എം വർതി എന്ന് പറയുന്നത്, ഞാൻ ഇവനെ പോലെയല്ല, ഞാൻ പിടിച്ചുപൊളിക്കാരനല്ല, ഞാനൊരു മര്യാദ പാപിയാണെന്ന് പോലും അവൻ പറയുന്നില്ല. ഞാനൊരു മര്യാദ പാപി. ആ പരീശൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താ പറയുന്നത്? പരീശൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറയുന്നത് ഞാൻ ആരാണെന്നും ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്നുമാണ്. നമ്മളും ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറയുന്നത്, കർത്താവേ, ഞാൻ ഇന്നാരെ പോലെ അല്ല, ഞാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഒരു മര്യാദ പാപിയായിട്ട് ജീവിക്കുകയായിരുന്നല്ലോ, എന്നെപ്പോലെ. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. 1 വട്ടം ഉപവസിക്കണമെന്നേ ഉള്ളൂ യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാർക്കൊക്കെ 1 വട്ടം ഉപവസിച്ചാൽ മതി. പക്ഷേ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. ഞാൻ എല്ലാം കൊടുത്തു. ഞാൻ ഹീ ഈസ് ടെല്ലിങ് വാട്ട് ഹീ ഈസ് ഡൂയിങ്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ ദൈവസന്നിധി ചെന്ന് പറയുകയാണ്. അവൻ ആരാണെന്നും അവൻ ചെയ്യുന്നത് എന്താണെന്നും. ഇത് തന്നെയല്ലേ നമ്മുടെ എല്ലാം പ്രാർത്ഥന. ഈ പരീശൻ പ്രാർത്ഥിക്കുന്നത് എന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറിപ്പോകുന്നു. അവിടെയാണ് യേശുവിൻ്റെ ക്രൂശിലെ 2ാമത്തെ മൊഴിയുടെ പ്രസക്തി. നമ്മളാ കള്ളനെ പോലെ മനസ്സ് തകർന്നവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കാത്തിടത്തോളം കാലം നമ്മളവൻ്റെ കൂടെ പറുദീസയിലിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. വാട്ട് വി നീഡ് ഈസ് എ ബ്രോക്കൺനെസ് ഓഫ് അവർ ഹാർട്ട്. ഹൃദയ തകർച്ചയാണ് ആവശ്യം. നമ്മളൊരു പക്ഷേ സഭയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി കാണും. നിങ്ങൾ സ്വർഗത്തിൽ പോയില്ലയോ എന്ന് വിധിക്കാനൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു ഹൃദയ തകർച്ച നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായിരിക്കുന്ന ഒരു ബ്രോക്കൺനെസ് ആണ്, ഒരു തകർച്ച. നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ പാപങ്ങളെ ഓർത്ത്, നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് കർത്താവ് ഒരു പക്ഷേ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കാണുമെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, കർത്താവേ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഐ എം എ സിന്നർ. എന്നെ നീ എന്ത് ചെയ്താലും അത് നീതിയായിരിക്കും. എനിക്കൊരിക്കലും നിന്നോട് പറയാൻ കഴിയില്ല നീ എന്നോട് അനീതിയായി പ്രവർത്തിച്ചെന്ന്.
എന്ന് പറയാനായിട്ട് കഴിയുമോ? അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അപേക്ഷ. നീതിമാനെന്ന് തങ്ങൾ തന്നെ ചിന്തിക്കുന്നതായ പരീശൻ നിന്നുകൊണ്ട് അവനെ തന്നെ നീതിമാനായി കണക്കാക്കുമ്പോൾ ചുങ്കക്കാരനെ നോക്ക്, അവൻ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമേ ഉള്ളൂ, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. കരുണ. ദൈവസന്നിധിയിൽ ഒറ്റ കാര്യമേ നമുക്ക് ചെല്ലാനുള്ളൂ. ഞാൻ പലപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, ഭൂമിയിൽ നമുക്ക് ചെല്ലാനായിട്ട് ദൈവത്തിൻ്റെ സിംഹാസനമായി ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് കൃപാസനമെന്നാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ അത് നമുക്ക് വേണ്ടി അവൻ തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്.